നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടം അവസാനിച്ചല്ലോ. ലീഗ് ഘട്ടത്തിൽ ഏറ്റവും അധികം ഗോളടിച്ചത് ആരാണ്? FC ബാഴ്സലോണ. ബാഴ്സയുടെ തൊട്ടരികിൽ ആരുമില്ല. 28 ഗോളുകളാണ് 8 കളികളിൽ നിന്ന് ബാഴ്സലോണ അടിച്ചു കൂട്ടിയിരിക്കുന്നത്. 28 ഗോളുകൾ. ഈ കാര്യത്തിൽ രണ്ടാം സ്ഥാനത്തുള്ള ബൊറൂസിയ ഡോട്ട്മുണ്ടാണ്. അവർ 22 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. സോ ഈ രണ്ട് ടീമിൽ നിന്നുള്ളവരാണ് ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ തലപ്പത്തുള്ളത് എന്നതും യാദൃശ്ചികമല്ല. ഇനി നോക്കുക, 20 ഗോളുകൾ അത്ലറ്റിക്കോ മാഡ്രിഡ് അടിച്ചിട്ടുണ്ട്, അതുപോലെ അറ്റലാൻറ്റ അടിച്ചിട്ടുണ്ട്, റയൽ മാഡ്രിഡ് ഇതുപോലെ 20 ഗോളുകൾ അടിച്ചിട്ടുണ്ട്, പിന്നെ ബയൺ മ്യൂണിക്ക് ഈ പറഞ്ഞ പോലെ 20 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ടീമുകളും 20 എന്നുള്ള ഒരു കണക്കിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻ്റർ മിലാൻ്റെ കാര്യം. ഈ ഗോൾ വഴങ്ങുന്നതിൽ വളരെ വളരെ പിശുക്ക് കാട്ടിയ ടീം അവരാണ്. 11 ഗോളുകളാണ് അവരടിച്ചത്. തിരികെ വാങ്ങിയത് ഒരേ ഒരു ഗോളാണ് എന്ന കാര്യം കൂടി നോക്കുക. സോ അങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടം കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. സോ ആരാണ് ടോപ്പ് സ്കോറർ? റോബർട്ട് ലെവൻഡോസ്കിയും സെർഹോ ഗിറാസിയുമാണ് ഏറ്റവും അധികം ഗോളുകൾ നേടി ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിലുള്ളത്. ഒന്നാമതുള്ളത് രണ്ടുപേരും 9 വീതം ഗോളുകൾ നേടിയിരിക്കുന്നു. രണ്ടാമതുള്ളത് ലില്ലി OSCയുടെ ജൊനാഥൻ ഡേവിഡും പിന്നെ ഓഫ് കോഴ്സ് FC ബാഴ്സലോണയുടെ റാഫീഞ്ഞയുമാണ്. റോബർട്ട് ലെവൻഡോസ്കി ഒന്നാമതുണ്ടെങ്കിൽ രണ്ടാമത് റാഫീഞ്ഞയുണ്ടെന്ന് അർത്ഥം. രണ്ടുപേരും 8 വീതം ഗോളുകളാണ് അടിച്ചിട്ടുള്ളത്. വിനി ജൂനിയർ 7 ഗോളുകളാണ് നേടിയിട്ടുള്ളത്. അസിസ്റ്റിൻ്റെ കണക്കിലേക്ക് നമ്മളൊന്ന് പോവുകയാണെങ്കിൽ അവിടെ ഒന്നാമതുള്ളത് അറ്റ്ലാന്റയുടെ താരം ചാൾസ് ഡി കെറ്റ്ലെയറാണ്. അദ്ദേഹം 5 അസിസ്റ്റുകളാണ് നേടിയിട്ടുള്ളത്. ഇഗോർ പയക്സാവോ, അതുപോലെ ബാർക്കോസ് ലോറൻറ്റെ, മുഹമ്മദ് സലാ, ഒലീവ് വാറ്റ്കിൻസ്, റാഫീഞ്ഞ എന്നിവരൊക്കെ 4 അസിസ്റ്റുകളുമായിട്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.